തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടിയിട്ട് വെള്ളാപ്പള്ളി പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നേരെ ഇങ്ങ് തിരിഞ്ഞു. ഇപ്പം നമ്മൾ പണ്ട് പറയായിരുന്നു ആര് ജയിക്കുന്നോ ആ ജയിക്കുന്നവരോടൊപ്പമായിരിക്കും ഞാനെന്ന് പറയത്തില്ലേ, അതേപോലെ ഇപ്പൊ വെള്ളാപ്പള്ളിയും UDF-നൊപ്പം ചേർന്നിട്ടുണ്ട്. ഇപ്പൊ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത്. ഇത്രയും നാള് കുറ്റം പറഞ്ഞ വാഗുകൊണ്ട് ഇപ്പൊ നല്ലത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതെ, വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇടതുപക്ഷം കേരളത്തിൽ ഇത്രയും ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള ഒരു പ്രത്യേകിച്ച് തെക്കൻ കേരളം ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് വെള്ളാപ്പള്ളിയാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ നമ്മൾ നോക്കിയോളൂ, ഇപ്പം പ്രതിഭ കായംകുളത്ത് നിന്ന് പരാജയപ്പെട്ട നേതാവ് MLA അല്ലല്ലോ, സ്ഥാനാർത്ഥി ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് പാരമണിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല ഭാഗങ്ങളിലും ഈ പറയുന്ന വോട്ടിന്റെ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആയി തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാരണം തന്നെയാണ് എന്ന് നേതാക്കളടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ തോതിലുള്ള ഒന്നുമല്ല. പിന്നെ ഈ പറയുന്ന ഇപ്പം വെള്ളാപ്പള്ളി നടേശന് പ്ലേറ്റ് തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സത്യത്തില് വെള്ളാപ്പള്ളി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ VD സതീശനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴും തുടർഭരണം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമയത്തൊക്കെ എല്ലാവർക്കും അറിയാം ഇനി ഒരു കാലം ഉണ്ടാകുകയാണെങ്കിൽ ഈ വെള്ളാപ്പള്ളി ഇതേ നാക്കുകൊണ്ട് തന്നെ മാറ്റി പറയുമെന്ന്. ശരി, ചോദ്യം ചോദിക്കണമെന്നുണ്ട്, പിന്നെ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് വിചാരിച്ചു. അത് കുറച്ച് അൺപാർലമെന്ററി ആയിപ്പോകും. അപ്പം ഈ കഴിഞ്ഞ കാലത്തിൽ എന്താ പറയേണ്ടത് നടന്നത്, ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തെയാണ്, ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ഇടതുപക്ഷം ഒറ്റ വാക്കുകൊണ്ട് LDF പരാജയപ്പെട്ടു. ഇനിയിപ്പം UDF-നൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോ UDF 95 സീറ്റിന് മേലെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാക്ക മലന്ന് പറക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഇനി വെള്ളാപ്പള്ളി നടേശൻ നോക്കി നടക്കട്ടെ, കാക്ക എവിടെയെങ്കിലും മലന്ന് പറക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വരും. കാരണം പിന്നെ അത്രയും നീചവും നിന്ദ്യവുമായ രീതിയിൽ ഒന്നാലോചിക്കേ. ഇപ്പൊ പറയുന്നത് എന്താ, VD സതീശൻ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആ നാക്കുകൊണ്ട് പറയാണ്. ഈ നാക്കുകൊണ്ട് തന്നെയല്ലേ പുള്ളി ആഹാരം കഴിക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ വാഗൊണ്ടല്ലേ പുള്ളി ആഹാരം കഴിക്കുന്നേ. ഈ പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ ഇതിനു മുമ്പ് VD സതീശൻ എന്തൊക്കെയാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം ഇതെല്ലാം കേട്ടിട്ട് VD സതീശൻ പറഞ്ഞ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ, ഞാൻ ഇനി എന്തോ പ്രതികരിക്കാനാ ഇതിനൊക്കെ എന്ന് VD സതീശൻ ഗത്യന്തരമില്ലാതെ ചോദിക്കേണ്ടി വന്നു. കാരണം എന്താ, VD സതീശൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് എതിരായിട്ട് എവിടെയെങ്കിലും ഒരു പ്രസ്താവന കൊടുത്തു കഴിഞ്ഞാൽ VD സതീശൻ പറഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പലരും ചോദിക്കും ഇത്രയും പ്രായമുള്ള ഒരാളെ എന്തിനാ ആവശ്യമില്ല അവരെന്ന് പറയുന്നത് എന്ന് VD സതീശനോട് ചോദിക്കും. പിന്നെ ഈ VD സതീശൻ കാരണം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി VD സതീശൻ കാരണം ഈ ഈഴവ സമുദായത്തിൽ നിന്നുള്ള കുറച്ച് വോട്ടുകളെങ്കിലും ഭിന്നിച്ച് പോകാതിരിക്കട്ടെ എന്നുള്ള ഒരു ഡിപ്ലോമാറ്റിക് സമീപനമാണ് VD സതീശൻ പുലർത്തിയത്. എന്നിട്ടും ഈ പറയുന്ന പോലെ പിന്നെ ഇവര് തമ്മിൽ PC ജോർജും വെള്ളാപ്പള്ളിയും തമ്മിൽ ചൊറിമാക്രി ചൊറിത്തവള എന്നൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ വെള്ളാപ്പള്ളി പറയും അയാൾ എന്തോ മാക്കാന്തവളയുടെ കോലമാണ് രൂപമാണ് എന്നൊക്കെ വെള്ളാപ്പള്ളി പറയും. അവിടെ നിന്ന് പേക്കാന്തവളയുടെയാന്ന് പറയും. ഇവര് തമ്മിൽ കൊമ്പ് കൊടുക്കുന്നത് ഭയങ്കര രസം. കാര്യം രണ്ടുപേർക്കും നിലപാടില്ലാത്തവരാണ്. PC ജോർജ് ആണെങ്കിലും വെള്ളാപ്പള്ളി ആണെങ്കിലും രണ്ടുപേർക്കും ഈ ചുരുക്കി പറയാൻ ഒറ്റ വാക്കി പറയാൻ അപ്പപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ പിന്നെ അധികായനാണ് KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തല എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ ജനസമ്മതി കൊണ്ടും വളരെ പ്രബലനായ ഒരു നേതാവാണ്. 3 പേരെയും കൃത്യമായി എണ്ണയിട്ട് തടവി സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ. എന്തിനാ? കാര്യം അധികാരത്തിലേക്ക് കയറുന്ന UDF ആണ്. അപ്പൊ ആ UDF അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ തനിക്ക് നാട്ടിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ ലീലാവിലാസങ്ങളും പൂണ്ടുവിളയാട്ടങ്ങളും വരും ഭാവിയിലും തുടരണം. 5 വർഷക്കാലം കൂടി തുടരണം. ഇപ്പം കേന്ദ്രം നമ്മൾ ആലോചിച്ചു, കേന്ദ്രത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു കേസ് സുപ്രീം കോടതി പോയപ്പോൾ കേന്ദ്രത്തിന്റെ വക്കീല സോളിസിറ്റർ ജനറൽ ആണ് അവിടെ ഹാജരാകുന്നത്. സുപ്രീം കോടതി പിന്നെ ജഡ്ജി പോലും അവർ പറയുന്ന അനുസരിച്ചിട്ടേ മൂവ് ചെയ്യുള്ളൂ. ആ തരത്തിലേക്കുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ പോയി ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ പുതിയതായിട്ട് അധികാരത്തിലേറിയ UDF-ന്റെ മന്ത്രിസഭയെയും സർക്കാരിനെയും എണ്ണയിട്ട് തടവി സൂചിപ്പിക്കാൻ വെള്ളാപ്പള്ളി ഒരു മടിയും കാണിക്കത്തില്ല. ആ പുള്ളിയുടെ ഒരു സ്വഭാവ വൈചിത്ര്യമാണ്. ഈ ഒരു സ്വഭാവം വേറെ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. PC ജോർജിനൊഴികെ വേറെ ആർക്കും ഈ ഒരു ക്യാരക്ടർ ഉണ്ടായി. കേരള രാഷ്ട്രീയത്തിലും സാമുദായിക സംഘടനാ തലത്തിലും ആരെയും നമ്മൾ അങ്ങനെ വിലയിരുത്താൻ പാടില്ല. ഇപ്പം ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാള് പിന്നെ ശരിക്കും പറഞ്ഞാല് മാധ്യമപ്രവർത്തകർ പുള്ളിയുടെ പിന്നാലെ അങ്ങ് പോവാ. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പിന്നെ അഭിപ്രായം എടുക്കാൻ. വെള്ളാപ്പള്ളി ഒരു ആനയോ സത്യത്തില്? ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്ത് അവകാശമുണ്ട് അഭിപ്രായം പറയാൻ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ NSSന് അധികാരമുണ്ട്, പറയാനുള്ള അധികാരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ UDF-ന്റെ രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്ന പെരുന്നാന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിൽ കടന്നിട്ടാണ്. അതേസമയം ഈ LDF-ന്റെ രാഷ്ട്രീയം കടന്ന് കറങ്ങി തിരിയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ പിന്നെ കണിച്ചോളങ്ങരയുള്ള വീടിന് ചുറ്റുമാണോ? അല്ല, അത് തെറ്റിദ്ധാരണയാണ്. വെള്ളാപ്പള്ളി പറയുന്നിടത്ത് കുത്തുന്നവരാണ് എല്ലാ ഈഴവരും ഒന്ന് വെള്ളാപ്പള്ളി ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂഢസ്വർഗമാണ്.
വിദ്യാസുരന്റെ മൂഢസ്വർഗം എന്ന് പറയുന്നത്. അല്ല, അത് വെള്ളാപ്പള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാ, കുറച്ചു പേരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നാഴിക്ക് 40 വട്ടം പറഞ്ഞു. ഞാനിവിടെ എന്തോ ഞാൻ വിചാരിച്ചാൽ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാം എന്നൊരു തോന്നൽ വെള്ളാപ്പള്ളിക്കുണ്ട്. അതേ തോന്നലിന്റെ ഇതായിട്ടാണ് ഇപ്പോ ഇപ്പം പിന്നെ വി ഡി സതീശൻ നല്ലവനായ ചെറുപ്പക്കാരനായി, നല്ലവനായ ഉണ്ണിയായി. പിന്നെ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുറ്റ ഒരു പ്രതിപക്ഷ നേതാവ്. ഇതല്ലല്ലോ ഇവിടെ നീ നേരത്തെ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ വി ഡി സതീശൻ വന്നിട്ട് ഒറ്റ അടി കൊടുക്കേണ്ടി വരും. ഇതല്ലല്ലോ നീ നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ പിണറായി വിജയനോ എം വി ഗോവിന്ദ മാഷ വന്നിട്ട് പറയേണ്ടി വരും. ഇതല്ലല്ലോ നീ നേരത്തെ പറഞ്ഞതെന്ന്. എന്നിട്ട് ഇപ്പം രമേശ് ചെന്നിത്തലയെ കുറിച്ച് പിന്നെ നേരത്തെ മോശപ്പെട്ട അഭിപ്രായം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ആരെയും രമേശ് ചെന്നിത്തലയെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം പറയാൻ സാധ്യതയില്ല. കാരണം രമേശ് ചെന്നിത്തല ഒരുമാതിരി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ അഴവഴമ്പൻ സമീപനം എന്ന് പറയത്തില്ലേ, എന്നുവെച്ചാൽ ആരോട് റിജിഡായിട്ട് പെരുമാറില്ല, സ്റ്റിഫായിട്ടോ ധാർഷ്ട്യത്തോടു കൂടിയോ ഉള്ള ഈ പറയുന്ന രമേശ് ചെന്നിത്തല പെരുമാറാറില്ല. എനിക്ക് തോന്നുന്നു ഈ രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും തന്നെ എടുത്ത് കാലെ വാരി നിലത്തടിക്കുകയാണെന്ന് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം മാധ്യമപ്രവർത്തകര്. എന്നിരുന്നാൽ പോലും ആ ചോദ്യത്തോട് വളരെ രസകരമായി ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ഒരു നേതാവാണ്. എന്ന് വെച്ചാൽ നയതന്ത്രം പഠിച്ച ഒരാൾ തന്നെയാണെന്ന് പറയുന്നത്. ആരോട് നയത്തിൽ ഇടപഴകാൻ കഴിവുള്ള ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞ രമേശ് ചെന്നിത്തല. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. അത് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞാലും പിന്നെ വലതുപക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞാലും NDA നിന്നുകൊണ്ട് പറഞ്ഞിരുന്നാലും ശരി, അത്രയും ഒരു നയപരമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള വേറൊരു നേതാവില്ല ചെന്നിത്തലയെ പോലെ. ചെന്നിത്തല അത്രയ്ക്ക് മികച്ച ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ചെന്നിത്തലയെ പിന്നെ ഈ പറയുന്ന പോലെ NSS കാര്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ പുത്രനാണ്, NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്നൊരു ഘട്ടത്തിൽ ഈ പറയുന്ന സുകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ സുകുമാരൻ നായർ VD സതീശനോടുള്ള എതിർപ്പ് അതേപടി കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നിലപാടെന്ന് പറയുന്നത്. ഈ UDF പിന്തുണയ്ക്കുന്നു. കാര്യം ജനാധിപത്യത്തിന്റെ വിജയമാണെന്നൊക്കെ പിന്നെ സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ. പക്ഷെ അതേസമയം ഈ ഘട്ടത്തിൽ പോലും ചെന്നിത്തലയെ കുറിച്ച് നല്ലത് പറയുകയും എന്നാൽ VD സതീശനോടുള്ള അയാളുടെ നിലപാട്, സുകുമാരൻ നായരുടെ നിലപാട് അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അയാളുടെ നിലപാട് തന്നെയാണ്. ഇവിടെ അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? അല്ല. VD സതീശനെ തെറി വിളിച്ചുകൊണ്ട് നടക്കുകയും നാഴികയ്ക്ക് 40 പുള്ളിക്കാരനെ പിന്നെ ഈ വെള്ളാപ്പള്ളി വിളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പക്ഷേ മാധ്യമങ്ങളിൽ നമ്മുടെ നാക്കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ വാ നാറും. അത്രയ്ക്ക് വിവരക്കേടാണ് ഈ വെള്ളാപ്പള്ളി വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ ഒരാള് ഇപ്പം പിന്നെ VD സതീശൻ നല്ല പിള്ളയായി. കാരണം എന്താണെന്നറിയാവോ, ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഈ താൻ ഇതുവരെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളും ഇതുവരെ കാണിച്ചു കൂട്ടിയുള്ള നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഭാവിയിൽ തുടരാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പിന്തുണ തനിക്കുണ്ടാകണം. എസ്പെഷ്യലി പ്രാതിനിധ്യ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തനിക്കെതിരായി നിലനിൽക്കുന്ന എല്ലാ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ പിന്തുണച്ചേ പറ്റൂ വെള്ളാപ്പള്ളിയെ കൊണ്ട്. അല്ലാതെ ഈ ഇപ്പോൾ നിലനിൽക്കുന്നത് എല്ലാ ഈഴവരുടെയും പിന്തുണയൊന്നും അല്ല. അതായത് എല്ലാ ഈഴവരുടെയും നിലപാടല്ല വെള്ളാപ്പള്ളി പറയുന്നത്. നിങ്ങൾ അന്ന് അങ്ങനെ ഇങ്ങനെയല്ലേ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അന്നൊക്കെ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ നോക്കിക്കോളൂ, വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി കേന്ദ്രത്തിനെ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും കേന്ദ്രത്തിലേക്ക് ഇപ്പൊ നോക്കിയാൽ BDJSന്റെ സ്ഥാനാർത്ഥികളൊക്കെ NDA എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അത്ര കഴിവുകെട്ടയോ മോശപ്പെട്ടയോ ഒരാളായിട്ട് അല്ല NDAക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കും തുഷാർ വെള്ളാപ്പള്ളിക്കും അർഹിക്കുന്ന പ്രാധാന്യം കേരളത്തിൽ അവർ കൊടുക്കുന്നുണ്ട് NDA. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി സേഫാണ് കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും. അപ്പൊ ഇനിയും വേണ്ടത് സംസ്ഥാനവുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് സേഫ് ആവണം. സംസ്ഥാന സർക്കാരിൽ നിന്ന് തനിക്കെതിരെ വരാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒതുക്കണം. ഇതാണ്. അല്ലാതെ ഈ സാമുദായികമായി സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനോ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നിയമസഭയിലോ മന്ത്രിസഭയിൽ ഉറപ്പാക്കുന്നതിനു വേണ്ടിയിട്ടല്ല ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പിന്നെ ആവണക്കണ്ണയിൽ കടവിറങ്ങിയവന്റെ നയം എന്ന് പറയുന്ന ഈ നയം. അല്ലാതെ ഇപ്പം കഴിഞ്ഞ ദിവസം സൗത്ത് ഇന്ത്യൻ ആർ വിനോദും എനിക്ക് തോന്നുന്നു ഈ ശ്രീനാരായണ സഹോദരധർമ്മവേദിയുടെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈഴവർക്ക് മന്ത്രിസഭയിൽ അർഹിക്കുന്ന പരിഗണന നൽകണം എന്നുള്ളത് ശ്രീനാരായണ സഹോദരധർമ്മവേദി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ ആശയമാണ്. അതവർക്ക് വേണം. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം ഇതുവരെയായി വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വീണിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം ആവശ്യം അല്ല ഈ പറയുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നു, അവര് നല്ലതാണ് ഇവര് നല്ലതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ വിളിച്ച പത്രസമ്മേളനത്തിൽ പോലും അതിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും ഉരിയാടാതിരുന്നത്? ഈഴവർക്ക് മന്ത്രിസഭയിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറയില്ല.
കാരണം അങ്ങനെ പറഞ്ഞാൽ ഈ പറയുന്ന ഈഴവരുടെ വോട്ട് കൊണ്ട് ജയിച്ച് ഈഴവരായിട്ടുള്ള ഇവിടുത്തെ MLA-മാർക്ക്, കോൺഗ്രസ് MLA-മാര് ഏത് വഴിക്ക് വേണേ പൊക്കോട്ടെ, അതിനകത്ത് എനിക്ക് യാതൊരു ബാധ്യതയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് ഈ പുള്ളി നോക്കുന്ന എവിടെയാന്ന് പറയാം, പുള്ളിക്ക് ഈ പറയുന്ന ലോക്കൽ മന്ത്രിമാരിലേക്കല്ല പുള്ളിയുടെ കണക്ഷൻ. പുള്ളിക്ക് മുഖ്യമന്ത്രി പിന്നെ അങ്ങനെ വരുന്ന റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിലാണ് പുള്ളി നോക്കുള്ളൂ. മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ്, അതാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട വകുപ്പ്. കാര്യം വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകരുത്, പോലീസിന്റെ അന്വേഷണം ഉണ്ടാകരുത്, ഇതൊന്നും ഉണ്ടാവരുത്. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ആ ലെവലിലെ പിടിക്കുള്ളൂ. ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി, ഈ റേഞ്ചാ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും പലതും കാണേണ്ടി വരും. ഇനിയും കുറെ എണ്ണയിട്ട് തടവിലും എണ്ണയിട്ട് സൂചിപ്പിക്കലും ഒക്കെ ഇനിയും വരും ദിവസങ്ങളിലും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ NSSന്റെ നിലപാട് ഇപ്പോഴും വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.